എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖം തരുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിയലിന്റെ പേര് നോക്കുമ്പോൾ എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി നിങ്ങൾ ആലോചിക്കാം. പക്ഷെ ഹെഡിങ്ങിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഈ അവിയൽ ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാനാണ് ചെയ്യുന്നത്. സാധാരണ അവിയൽ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഇല്ലാത്ത അവിയൽ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് എങ്ങനെ ഉണ്ടാവുമോ, നന്നായിട്ടുണ്ടാവുമോ, ശരിയായിട്ടുണ്ടാവില്ല എന്നൊക്കെ ഒരു മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഈ അവിയലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെസിപ്പി വന്ന വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതിനു മുൻപ് ഞാൻ തേങ്ങാപ്പാൽ സംഭാരം ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ തേങ്ങാപ്പാൽ സംഭാരം ഇട്ടപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാൻചേട്ടൻ്റെ അച്ഛൻ ഇന്ന് തിരൂര് ഒരു നാച്ചുറോപ്പതി ക്ലിനിക്കിൽ കുറച്ച് ദിവസം ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പൊ അവിടെ നിന്ന് അച്ഛൻ കഴിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പീസ് ആണ് ഇതെല്ലാം. അപ്പൊ അച്ഛൻ്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. ആ സമയത്ത് അവിടെ നിന്ന് ബുക്ക് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് ആ ബുക്ക് അച്ഛൻ തന്നു. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ റെസിപ്പീസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് തീർച്ചയായിട്ടും നിങ്ങൾക്കും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം കുറേ പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള, കുറച്ച് എന്താ പറയുക, പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന കുറച്ച് റെസിപ്പീസ് ഇടാൻ പറഞ്ഞിട്ട് അല്ലേ. അതായത് കുറച്ച് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പീസ് ഞാൻ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തേങ്ങാപ്പാൽ സംഭാരം സെക്കൻഡ് ആയിട്ട് ഇപ്പോൾ അവിയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് വിനാസ് കറികളിൽ 2 തരം അവിയൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് സദ്യ അവിയൽ, നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ പുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ അവിയൽ എന്ന് പറഞ്ഞാൽ തൈര് ചേർത്തിട്ടുള്ള അവിയൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ അവിയലിൽ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം ഞാനത് കട്ട് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്തത് കാണണ്ടായിരുന്നെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് റെസിപ്പി തുടങ്ങുന്ന സമയത്ത് തൊട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഓയിൽലെസ് ആയിട്ടുള്ള അവിയൽ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. അപ്പോൾ നമുക്ക് 0 ഓയിൽ അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ ഇപ്പം ഞാനെടുത്ത പച്ചക്കറികൾ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് പച്ചക്കറിയാണ് അത് ഉപയോഗിക്കാം. സാധാരണ രീതിയിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ വഴുതനങ്ങ അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇളവൻ എന്ന് പറയും. അപ്പോൾ ഇളവൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ വെള്ളരിക്കയുടെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ അവയിൽ ഉണ്ടാക്കിയാൽ മതി, അല്ലാണ്ട് ഇനി വീണ്ടും വാഷ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അച്ചിങ്ങാപ്പയർ ഒരു 5-6 അച്ചിങ്ങാപ്പയർ എടുത്തിട്ടുണ്ട്. കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു അളവാണ് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പടവലങ്ങ ഉണ്ടെങ്കിൽ പടവലങ്ങ എടുക്കാം, കൊത്തമരി ഉണ്ടെങ്കിൽ കൊത്തമരി എടുക്കാം. പിന്നെ ചിലവർ പാവയ്ക്ക് എടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ ബീറ്റ്റൂട്ട് എടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് കൊള്ളി ഉണ്ടല്ലോ, അതായത് കപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ കപ്പയുടെ ഒരു 2-3 കഷ്ണം ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എൻ്റെ കയ്യിൽ കപ്പയുള്ള സമയത്തൊക്കെ ഞാൻ അവിയൽ ഉണ്ടാക്കുമ്പോൾ കപ്പ ഇടാറുണ്ട്. അതുപോലെ തന്നെ പപ്പായ ഉണ്ടെങ്കിൽ പപ്പായ ഇടാം. അപ്പം മത്തങ്ങ സാധാരണ ഇടാറില്ല നമ്മൾ അവിയലിൽ. അപ്പോൾ എല്ലാം ഇല്ലെങ്കിലും ഉള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനൊരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീളത്തിൽ അരിയണം. നമ്മൾ സാമ്പാറിലാണെങ്കിൽ വട്ടത്തിൽ അരിയുക, അതേസമയം അവിയൽ ഉണ്ടാക്കുമ്പോൾ നീളത്തിലാണ് അരിയുന്നത്. ഞാൻ 2 അവിയൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതായത് സദ്യ ടൈപ്പ് ഡ്രൈ അവിയൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂർ ടൈപ്പ് അവിയൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ തരാം. ഇതിൽ ഞാൻ പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പച്ചമാങ്ങയാണ്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പം നല്ല പച്ചമാങ്ങയുടെ സീസൺ ആണല്ലോ. പക്ഷേ പച്ചമാങ്ങ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഉപയോഗിക്കാം. തക്കാളി ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ പുളി ഉപയോഗിക്കാം. അപ്പോൾ ഈ നാച്ചുറോപ്പതി അനുസരിച്ച് ഇവരുടെ റെസിപ്പിയിൽ അവർ ഈ തൈരും പാലും അതുപോലെ തന്നെ ഓയിലൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ അത് ഫോളോ ചെയ്യുന്ന കാരണം അപ്പോൾ ഇത് അവരുടെ പോലെ തന്നെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സദ്യ ഒരുക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയിലൊക്കെ മുറിക്കുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് പോലും കുറേ പേർക്ക് വീണ ചേച്ചി കഷ്ണങ്ങൾ മുറിക്കണം എന്ന് പറയുന്ന കാരണം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഹെൽത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജാൻചേട്ടൻ്റെ അച്ഛനിപ്പോൾ നാച്ചുറോപ്പതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞതിൻ്റെ അടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കഷ്ണം ചേനയാണ് എടുത്തിരിക്കുന്നത്. ചേന, പപ്പക്കായ എന്നിവ എടുക്കുമ്പോൾ ചിലവർക്ക് കൈ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൈ ചൊറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നില്ലെങ്കിൽ ഗ്ലൗസ് ഇടാം, അതല്ലെങ്കിൽ കയ്യിൽ നിറയെ വെളിച്ചെണ്ണ പറ്റിയതിന് ശേഷം മുറിക്കുകയാണെങ്കിൽ നമുക്ക് കൈ ചൊറിയില്ല കേട്ടോ. നീളത്തിലാണ് അരിയേണ്ടത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ശേഷം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ ആ ഒരു അളവിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ ഞാൻ അച്ഛനോടൊക്കെ അവിയലിനെ കട്ട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അച്ഛൻ ഇത് ഒരെണ്ണം അളവായിട്ട് ഉപയോഗിക്കും. എന്നിട്ട് എന്ത് കഷ്ണങ്ങൾ എടുക്കണമെങ്കിൽ ഇതേപോലെ അളവിൽ വെച്ച് കട്ട് ചെയ്യും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആണുങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അവർ വളരെ കൃത്യമായി ചെയ്യും. നമ്മൾ സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. ഇങ്ങനെ ആദ്യം തന്നെ
ഇങ്ങനെ മുറിച്ച് വെക്കുക. അതിന് ശേഷം അതിനെ ജസ്റ്റ് മിഡിലായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീളം കുറഞ്ഞാലും കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ മക്കളെ. ഈ കുട്ടികൾ ടെൻഷൻ അടിക്കും, അയ്യോ ഇതുപോലെ ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല. ചില വീട്ടിലെ അമ്മായിമാരൊക്കെ പറയും എന്താ നീ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചീത്ത പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻറ്റിമാരൊക്കെ ഒന്ന് ക്ഷമിക്കുക. കുട്ടികൾ പുതിയതായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റും. ചേന കട്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ആണെങ്കിൽ ഇതുപോലെ തന്നെ ആദ്യം തന്നെ നീളത്തിലിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനെ വീണ്ടും നമുക്ക് പകുതിയാക്കി കൊടുക്കുക. ഈസിയാണല്ല. നമ്മളത് ആദ്യം ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുന്നത് മാത്രം. പ്രത്യേകിച്ച് നമ്മൾ പുതിയ വീട്ടിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവർ ആ അടുക്കളയിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ. കാരണം ആദ്യം നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. കാരണം നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മ ചീത്ത പറയണമെങ്കിൽ മാക്സിമം എത്ര ചീത്ത പറയും. നമ്മുടെ അമ്മായിമ്മ ചീത്തൊന്നും പറയില്ല, എന്നാലും ഒരു ടെൻഷനാണ് അല്ലേ. എനിക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ പറഞ്ഞ പോലെ ചെയ്ത് നമുക്ക് അങ്ങനെ കോൺഫിഡൻസ് വരികയാണ് ചെയ്യുന്നത്. പിന്നെ അമ്മയൊന്നും വഴക്കൊന്നും പറയില്ല. എൻ്റെ അമ്മ ജാൻ്റെ അമ്മയൊക്കെ വളരെ നല്ല അമ്മയാണ്. അതങ്ങനെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഇതേപോലെ അങ്ങ് നീളത്തിലങ്ങ് കട്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ചെയ്യേണ്ടത് വെള്ളരിക്കയാണ്. അപ്പോൾ സെയിം പോലെ തന്നെ ഞാൻ പിന്നെ ഇത് കാണിക്കണ്ടല്ലോ, സെയിം പ്രൊസീജിയർ തന്നെയാണ്. വെള്ളരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ കണി വയ്ക്കുന്നതാണ് കേട്ടോ. വെള്ളരിക്ക എന്നുള്ള വെജിറ്റബിൾ കണി വയ്ക്കുന്നതിന് നമ്മൾ വെള്ളരിക്ക എന്ന് പറയാം. അപ്പോൾ വെള്ളരിക്കയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കായ കട്ട് ചെയ്യണം. പച്ചക്കായ ആണെങ്കിൽ രണ്ടായിട്ട് മുറിക്കുക. എന്നിട്ട് ഇതേപോലെ പച്ചക്കായ കറുത്ത കളറൊക്കെ ഉള്ള പച്ചക്കായ ആണെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്തെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാലും കാണാൻ ഭംഗി ഉണ്ടാവില്ല. നിങ്ങൾക്ക് തൊലി ഇടണ്ടെന്നുണ്ടെങ്കിൽ തൊലി റിമൂവ് ചെയ്തിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ തൊലി വെക്കാറുണ്ട്, തൊലി കളയാറില്ല. അപ്പോൾ ഈ ഭാഗത്തെ ബ്ലാക്ക് ഷെയ്ഡ് മാത്രം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ പച്ചക്കായ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ മിഡിലായിട്ടങ്ങ് കട്ട് ചെയ്യുക. അതിന് ശേഷം ഇതേപോലെ അങ്ങ് കട്ട് ചെയ്യാം. അപ്പം ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ ഈ മിഡിൽ പോർഷനിലെ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് ഷെയ്ഡ് ഞാൻ അങ്ങ് റിമൂവ് ചെയ്യും. എനിക്കിഷ്ടമല്ല അത് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. കണ്ടല്ലേ, ഈ ബ്ലാക്ക് ഭാഗം അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ അതോടുകൂടി തന്നെ ചെയ്യാം. ഇതേപോലെ തന്നെ നീളത്തിൽ വീണ്ടും അതിനെ വെജിറ്റബിൾ കട്ടിങ് കാണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഫാസ്റ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് അവിയലിൻ്റെ റെസിപ്പിയിലേക്ക് നേരെ പോവാം. ഇതിപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട്ടിങ്ങൊക്കെ കാണിക്കുന്നത്. കട്ടിങ് കാണിച്ചിട്ടില്ലെങ്കിൽ അവർ പറയും എന്താ ചേച്ചി ഇപ്രാവശ്യം കാണിക്കാതിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരുടെ റിക്വസ്റ്റും പരിഗണിച്ചേ പറ്റുള്ളൂ. ഇനി ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് 3 കഷ്ണമായിട്ട് മുറിക്കാം. ഞാൻ ഒരു ക്യാരറ്റ് എടുക്കണുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ കടഭാഗം കുറച്ച് കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട്, കൈപ്പിരസ് ഉണ്ടാവാതിരിക്കാൻ. അതുപോലെ തന്നെ ചില വെള്ളരിക്ക നല്ല കൈപ്പിരസ് ഉണ്ടാവും. അതുകൊണ്ട് വെള്ളരിക്ക എപ്പോഴും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ശേഷം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ക്യാരറ്റ് ഇതേപോലെ തന്നെ മുറിക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിനെ ഇവിടെ നിന്ന് അങ്ങ് മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടില്ലേ. എന്നിട്ട് അതിനെ നമുക്ക് ഇങ്ങനെ മുറിക്കുക. മനസ്സിലായ? ബാക്കിയുള്ള കഷ്ണങ്ങളെ ഇതേപോലെ തന്നെ അങ്ങ് മുറിക്കുക. അപ്പോൾ നടുവിൽ മുറിച്ചിട്ട് വീണ്ടും അതിനെ ഒന്നും കൂടെ അങ്ങ് നീളത്തിൽ താഴോട്ടങ്ങ് മുറിച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്യേണ്ടത്. ഈവനായിട്ടുള്ള പീസായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ തലേദിവസം രാത്രി അരിഞ്ഞ് വെക്കാം കേട്ടോ. അരിഞ്ഞ് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കാം. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ സദ്യ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഒറ്റയ്ക്കൊക്കെ ആദ്യമായിട്ട് വിഷു സദ്യയൊക്കെ ഒരുക്കുന്ന ആൾക്കാർക്ക് ഈസി ആയിരിക്കും. പ്രത്യേകിച്ചും പുതിയതായിട്ട് കല്യാണം കഴിച്ച കുട്ടികളൊക്കെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതേ ക്യാരറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കാൻ പോകുന്നത് ഒരു മുരിങ്ങക്കായാണ്. മുരിങ്ങക്കായ എടുക്കുമ്പോൾ എപ്പോഴും അധികം മൂക്കാത്ത ടെൻഡറായിട്ടുള്ള മുരിങ്ങക്കായന് ഏറ്റവും നന്നായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇത് മുരിങ്ങക്കായ പകുതി വെച്ച് മുറിച്ചിടാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മുരിങ്ങക്കായ അങ്ങനെ തന്നെയാണ് ഇടുന്നത്. ചില സമയത്ത് ഞാൻ ഇതിൻ്റെ ഹാഫാക്കി മുറിച്ചിടാറുണ്ട്. അത് മൂത്തതാണെങ്കിൽ, അതായത് കൂടുതലും വിളഞ്ഞതാണെങ്കിലും ഹാഫായിട്ട് മുറിച്ചിടും. അപ്പോൾ ഇതിൻ്റെ തൊലി ഇതേപോലെ അങ്ങ് കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. മുരിങ്ങക്കായുടെ എണ്ണം കൂട്ടാട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തു എന്ന് മാത്രം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന അച്ചിങ്ങാപ്പയറാണ്. അച്ചിങ്ങാപ്പയറിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ നീളത്തിലങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബീൻസ് ഉപയോഗിക്കുമ്പോൾ ഞാൻ ബീൻസ് എപ്പോഴും 2 സൈഡിലും കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നെടുകെ മുറിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും. ബീൻസ് കുക്കാവാൻ കുറച്ച് എനിക്ക് സമയം തോന്നാറുണ്ട് ഇതിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ നടുവിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കും. അത് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ മുറിച്ചാലും മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെന്താ താല്പര്യം അനുസരിച്ച് ചെയ്തോളൂ. ഓക്കെ, ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കാൻ പോകുന്നത് പച്ചമാങ്ങയാണ്. ഇതിപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് പച്ചമാങ്ങ ഉപയോഗിക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ തക്കാളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുളി ഉപയോഗിക്കാം. അപ്പോൾ പച്ചമാങ്ങ നമുക്ക് പച്ചമാങ്ങയുടെ പുളി അനുസരിച്ചാണ് പച്ചമാങ്ങ എത്ര വേണമെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ പച്ചമാങ്ങ കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്ക് കടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു അരഭാഗം കുക്കായതിനു ശേഷം ഇതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അതിന് പച്ചമാങ്ങ ഇതിൽ മൊത്തത്തിൽ അലിഞ്ഞു പോണതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിളഞ്ഞ മാങ്ങയാണെങ്കിൽ നന്നായിരിക്കും. ഇതിന് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്, നമ്മുടെ പറമ്പിലത്തെ മാങ്ങയാണത്. അപ്പോൾ ഞാനതിന്
ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടങ്ങ് മുറുക്കിയാണ് ഞാൻ ആദ്യമേ തന്നെ ഇടുകയാണ്. ആ പുളി ഇതിലേക്ക് യോജിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇട്ടല്ലെങ്കിൽ പുളി അതിലേക്ക് കംപ്ലീറ്റ് പച്ചക്കറികളിലോട്ടൊക്കെ യോജിക്കുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ വളരെ നൈസാക്കി അരിഞ്ഞിടണം കേട്ടോ. കടിക്കാനുള്ള പരുവത്തിലല്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ അവയിലിൻ്റെ കഷ്ണങ്ങൾ എൻ്റെ സൈസിലങ്ങ് അരിഞ്ഞിട്ടാൽ മതി. അപ്പോൾ ഇതും കൂടെ ഞാൻ നമ്മുടെ അവയിലിൻ്റെ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമാങ്ങനെ പുളി അനുസരിച്ച് അതിൻ്റെ അളവിൽ മാറ്റം വരും. ഇപ്പോൾ ഞാൻ 2 കഷ്ണം പച്ചമാങ്ങനെ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി പിന്നെ നമുക്ക് പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഇടാം, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അലിയുന്നതല്ലേ, പച്ചമാങ്ങ പെട്ടെന്ന് തന്നെ കുക്കാവുന്നതാണ്. അതൊക്കെ നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പണി എളുപ്പമാവും. അപ്പോൾ അതങ്ങനെ പച്ചമാങ്ങ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അങ്ങ് മൊത്തത്തിൽ അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇനിയിപ്പോൾ ഒരു മുളക് അങ്ങ് കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ ചതയ്ക്കുമ്പോഴും വേറെ മുളക് നമ്മൾ ചേർക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു മുളക് മാത്രം ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു സാധാരണ മുളക്, ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളകാണ് ഇത്, ഗുണ്ടുമുളക്. നല്ല എരിവുള്ള മുളകാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കയ്യിലുള്ള ഏത് മുളകാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവനുസരിച്ച് മാറ്റം വരുത്തണം. ഇപ്പോൾ തൽക്കാലം ഒരു മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതങ്ങ് പാത്രത്തിലോട്ടിട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഉപയോഗിക്കുന്നത്. നല്ല അടി കട്ടിയുള്ള ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കലച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാം. അതിലോട്ട് ഞാനിപ്പോൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കുന്നില്ല. പച്ചക്കറിയിൽ വെള്ളം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നിങ്ങളുടെ അടുത്ത് പച്ചമാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ തക്കാളി വേണ്ടി വരും കേട്ടോ. വലിയ തക്കാളി അങ്ങ് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അധികം ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട, എന്നാലും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കിതിലോട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും എത്തിയെന്ന് ഉറപ്പ് വരുത്താം. ഇതിപ്പോൾ ഒരു 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ അളവ് വെച്ചിട്ട് നമുക്ക് 8 പേർക്കുള്ള സദ്യക്ക് ഉള്ള അവിയലാണിത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഒന്നും കൂടെ ആവാനുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം. ഇപ്പോൾ നോക്കിയപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് സ്റ്റീമൊക്കെ കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ആകെ വെന്തുടഞ്ഞു പോകും. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇച്ചിരി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന അവിയൽ പോലെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെജിറ്റബിൾസ് ഒന്ന് നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാം കുക്കായിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ 1.5 ഗ്ലാസ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് തേങ്ങ. പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ 1/4 ഭാഗം. ഓക്കെ, അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തേങ്ങ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവിയൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഇവരുടെ റെസിപ്പി വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് തേങ്ങ. അപ്പോൾ തേങ്ങ നല്ല നൈസായിട്ട് ചിരകിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ വളരെ നൈസായിട്ട് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ്. ചിലവർ ചിരകുമ്പോൾ ഭയങ്കര വലിയ വലിയ പീസസ് ആയിട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 3 പച്ചമുളക്. പച്ചമുളക് എന്ന് പറയുന്നത് ഓരോരുത്തരും എരിവനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ, തൃശ്ശൂർക്കാർ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ഇടാറില്ല കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും ഇഞ്ചി ഇടാറില്ല. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഇതിലേക്ക് എൻ്റെ വീട്ടിൽ ചേർക്കുന്നത് ചെറിയ ജീരകമാണ്. പക്ഷേ ഈ അവിയലിൽ ചെറിയ ജീരകവും ഇല്ല. അതിന് പകരമായിട്ട് ഇഞ്ചിയാണ് എക്സ്ട്രാ ചേർത്തിരിക്കുന്നത്. പക്ഷേ ജീരകം ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇഞ്ചി വേണ്ടാന്നുണ്ടെങ്കിൽ ഇഞ്ചി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഫോളോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ അമ്മയിൽ വെച്ച് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കൂട്ടത്തിൽ കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചതയ്ക്കുമ്പോൾ കണ്ണിലോട്ട് തെറിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർക്കാം. പിന്നെ കറിവേപ്പില അവസാനം കൂടി ഇടാനുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അതായത് ഉപ്പും പുളിയൊക്കെ എത്രയാണെന്ന് നോക്കട്ടെ കേട്ടോ. പുളി കറക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങയിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ഇനി മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക, മിക്സ് ചെയ്യാം. ഈ ഉള്ളിയൊക്കെ ഒരുപാട് അങ്ങ് ചതഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റേ മാറിപ്പോകും. ഇത് ഉള്ളി ഇങ്ങനെ കാണണം കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളക് ആണെങ്കിലും കറിവേപ്പില ആണെങ്കിലും ഒന്ന് കാണണം. ഇഞ്ചി മാത്രം നന്നായി ചതച്ച് ചേർത്താൽ മതി. ഇഞ്ചി ചേർക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ജീരകം ആണെങ്കിലും നന്നായി ചതച്ച് ചേർക്കുക, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ഉപയോഗിച്ചാലും മതി. പക്ഷേ ഞാനിപ്പോൾ ഈ റെസിപ്പിയിൽ എന്തായാലും ജീരകം ചേർക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ടേസ്റ്റ് നോക്കട്ടെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങൾ എടുക്കുക. അതിലോട്ട് 1.5 കപ്പ് തേങ്ങയും
ബാക്കിയുള്ള കൂട്ടും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ എല്ലാ കഷ്ണങ്ങളിലോട്ട് എത്തണം. ഇത് തന്നെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ എന്താ സ്ഥിരം ചെയ്യുന്നത് വെച്ചാൽ ഇത് എല്ലാ ദിവസവും മിക്കവാറും ഉണ്ടാക്കും. അപ്പോൾ ഞാനും ഇത് മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാ പച്ചക്കറി ഇതിലുണ്ട്, തേങ്ങയുണ്ട്, അതേസമയം നമ്മളിതിൽ എണ്ണ ചേർത്തിട്ടില്ല. അപ്പോൾ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തീ ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കുക. ഒരുപാട് ചൂടാക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല മിക്സായി ഉറപ്പ് വരുത്താം. നിങ്ങൾക്ക് ഒരുപാട് ഇത്രയും തേങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കാം, തേങ്ങ കുറച്ചാൽ മതി. പക്ഷേ തേങ്ങയാണ് അതിൻ്റെ ടേസ്റ്റ്. ഇവരുടെ എല്ലാ റെസിപ്പിയിലും തേങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ പതുക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഡിഷസ് പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. ഞാൻ ഓഫ് ചെയ്തു. 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുള്ളൂ. ഇങ്ങനെ ആവിയൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ ബുക്കിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ചൂടാക്കേണ്ട, ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അവസാനമായിട്ട് നമുക്കിതിലോട്ട് കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ അങ്ങ് തൂക്കി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ തന്നെ നമുക്കിത് കഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ തനിയെ കഴിച്ചാൽ മതി. ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോറിൻ്റെ അളവൊക്കെ കുറച്ച് നമ്മൾ പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങുക. ഞാനും ഇതേപോലെ ഇപ്പോൾ ജീവിതശൈലി ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം എപ്പോഴും ഓരോ അസുഖങ്ങളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി പ്രകൃതിയുടെ മാർഗ്ഗം സ്വീകരിക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇലയുണ്ടെങ്കിൽ ഇല വെച്ച് അടയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർഫുൾ ആയിരിക്കും. നമ്മുടെ സദ്യ അവിയലൊക്കെ ചെയ്ത പോലെ തന്നെ. ഇലയില്ലാത്ത കാരണം ഞാൻ ഇല വെച്ച് ചെയ്തിട്ടില്ല എന്ന് മാത്രം കേട്ടോ. ടേസ്റ്റ് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അസലായിട്ടുള്ള ഈ അവിയൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തായാലും പറയാം, ഇലകൊഴിയും ചെറുകിളികൾ വരവായി എന്നൊരു പാട്ടില്ലേ? വർഷങ്ങൾ പോയതറിയത്. വർഷങ്ങളൊക്കെ പോയത് ഞാൻ അറിഞ്ഞു. വെയിലത്തിരിക്കും. ഇത് വെയിൽ പോരാ, ഈ വെയിൽ പോരാ. നല്ല വെയിലത്തിരിക്കും. അതേ അങ്ങോട്ട് നീരിക്ക് വെയിലത്ത് മലന്ന് കിടന്നു. പോരാ. ഓം തത്സവിതുർവരേണ്യം. വെയിലത്തിരുന്ന് കമന്റ് റിപ്ലൈ ചെയ്യുന്ന വീണാരാമൻ. ഇന്നലെ രാത്രി പൊഴിഞ്ഞു വീണ ഇലയാ. വെള്ളിയാഴ്ച മാത്രം കാണാൻ കിട്ടുന്ന ഒരു സംഭവം. വീണാസ് കറിവേൾഡ് ബറിയൽ ഗ്രൗണ്ട്.